Hi friends, സർവീസിന്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡയറി മിൽക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കിഡിലൻ ഡയറി മിൽക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് എങ്ങനെ ഡയറി മിൽക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഡയറി മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തു. അടുത്തതായിട്ട് മിൽക്ക് പൗഡർ പാൽപ്പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, ഇതും 1/2 കപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടർ, ഇത് 2 ടേബിൾ സ്പൂൺ നമ്മളെടുത്തു. പിന്നെ നമ്മൾ ഇതേപോലെയുള്ളൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇതേപോലെയുള്ളൊരു പാത്രം എടുക്കുക. അതിനുശേഷം ഇതേപോലെയുള്ളൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പൊടി 2 പൊടികളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറും അതുപോലെ തന്നെ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലുള്ള കട്ടകളും കാര്യങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് അടുപ്പിൻ്റെ ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം നമ്മൾ ഇതേപോലെയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. ഓക്കെ, ആ ഒരു അളവിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തു. ഇനി പഞ്ചസാര ഉരുകുന്ന വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ഈ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം ഇതേപോലെ ഇതിൽ നിന്നും തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇതൊന്ന് കുക്കായി വരണം. ഒരു 2-3 മിനിറ്റോളം ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ടൈറ്റായി വരുന്ന കേട്ടോ. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, ഇതെടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ 2 വിരലും തമ്മിലിങ്ങനെ വെക്കുമ്പോൾ ഒരു നൂൽപ്പരിവം എന്നുള്ള ഒരു രൂപത്തിലായി വരുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു രൂപത്തിലുണ്ടോ, ഇതാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ നമ്മൾ പറഞ്ഞിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉരുകുന്നതാണ്, എന്നാലും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പഞ്ചസാര ലായനിയും അതുപോലെ തന്നെ ബട്ടറും തമ്മിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് മിക്സ് ആയതിനു ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൗഡർ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളവ ഇട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളവ മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ മാത്രമാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു 4-5 മിനിറ്റ് ഇതേപോലെ തന്നെ കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന രൂപത്തിൽ പൗഡർ ഇട്ട് കൊടുക്കുക. ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ പൗഡർ നിർത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ലെവലാക്കി എടുക്കുക. കാരണം ഇത് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നതല്ല. പിന്നെ മോൾഡൊന്ന് ജസ്റ്റ് ഇതേപോലെ തട്ടി കൊടുക്കാം കേട്ടോ, എല്ലാ ബബിൾസ് ഉണ്ടെങ്കിൽ ഒഴിവാൻ വേണ്ടിയാണ്. ഇനി 20 മിനിറ്റ് നമുക്ക് റെഫ്രിജറേറ്റർ വെക്കാം. 20 മിനിറ്റ് നമ്മൾ റെഫ്രിജറേറ്റർ വെച്ചതിന് ശേഷം ഇത് ഉറച്ച് വന്നിട്ടുണ്ട്. സംഭവം നമ്മുടെ ഡയറി മിൽക്ക് റെഡി ആയിട്ടുണ്ട്. കിഡിലൻ ഡയറി മിൽക്കാണ് സംഭവം. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും കൂടി സംഭവം കിഡിലൻ ഡയറി മിൽക്കാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റും കൂടി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചെറിയൊരു കഷ്ടം എടുത്തതിന് ശേഷം കഴിച്ചോ കേട്ടോ. നമ്മൾ സച്ചൊക്കെ വെയിറ്റ് ചെയ്യാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, കൊണ്ട് വേഗം കഴിച്ചോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിഡിലൻ റെസിപ്പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. ഞങ്ങളുടെ മാസ്റ്റർപീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നല്ലൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.